ഇവിടെ തോമസ് ചാണ്ടിയുടെ 5ാം ചരമവാർഷികമാണ്. അതിനോട് ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ വന്നത്. അപ്പോൾ അത് ഇപ്പം കഴിഞ്ഞു. ഇനിയിപ്പം 1-2 കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ എപ്പോഴാണ് സൗകര്യം പോലെ പോയി അദ്ദേഹത്തെ കാണും. തോമസ് ചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എത്രയും ഒരു അവഗണന നേരിടേണ്ടി വരുമായിരുന്നു. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു, തോമസ് ചാണ്ടിയുടെ വേർപാടെന്ന് പറയുന്നത് ഒരു വലിയ തീരാനഷ്ടം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഇന്ന് ഷൈൻ ചെയ്യുന്ന പല ആൾക്കാരും അങ്ങനെ അത്രയും ഷൈൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊന്നും പോകത്തില്ലായിരുന്നു. എന്തായിരുന്നാലും നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ. ഇത് NCP എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പാർട്ടിയല്ലേ. ആ പാർട്ടിയുടെ തീരുമാനം അത് നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. നടപ്പിലാകട്ടെ. ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വരെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചെന്നാണ് കേൾക്കുന്നത്. അങ്ങ് ചർച്ച നടത്തുകയും ചെയ്തു, അങ്ങടക്കമുള്ള ആളുകൾ ചർച്ച നടത്തുകയും ചെയ്തു. എന്നിട്ടും ഒരു തീരുമാനം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങളുടെ ദേശീയ നേതൃത്വം ശരത് പവാറും അദ്ദേഹവുമായിട്ടാണ് സംസാരിച്ചത്. അതിൻ്റെ റിസൾട്ടൊന്നും ഇതുവരെ ആർക്കും അറിയത്തില്ല. ചുമ്മാ ഓരോ മാധ്യമങ്ങൾ അവരുടെ രീതിയിൽ പൊടുപ്പും തൊങ്ങലും വെച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ള ന്യൂസുകളൊന്നുമല്ല. ന്യൂസുകൾ ഇന്ന് വരെ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. പവാർജി അത് ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിക്കും എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അതിന് റിസൾട്ട് വരുമല്ലോ. കാരണം 2 ദേശീയ നേതാക്കൾ തമ്മിലുള്ള സംഭാഷണമല്ലേ. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വരട്ടെ. എൻ്റെ അറിവില്ല, അങ്ങനെയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, പിന്നെ വീട്ടിൽ ചെന്നാലും പിന്നെ ക്ലിഫ് ഹൗസിൽ ചെന്നാലും എവിടെ ചെന്നാലും അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ഇടപെടാനുമായിട്ടുള്ള അവകാശവും അധികാരവുമുണ്ട് എന്ന് തന്നെയാണ് ശരിയായിട്ടുള്ളത്. ഒരു നല്ല ബന്ധമുണ്ട് എനിക്ക് മുഖ്യമന്ത്രിയായിട്ട്. അതുകൊണ്ട് ആ പറയുന്നതിനകത്തൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല. പിന്നെ എന്താണ് റീസൺ ഈ പറയുന്ന കണക്ക് പല ആൾക്കാരും പലതും ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ ഒരു 100 കോടിയുടെ പിന്നെ കോഴയെന്ന് നിങ്ങൾ പറയും. അങ്ങനെ ഞാൻ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അങ്ങനെ കോഴയാകുന്നത്, പൈസ കൊടുത്ത് മേടിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വന്ന ആൾ ഇന്ന് വരെയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചാനൽ ചർച്ച ചോദിച്ചു, ഈ ആന്റണി രാജു എന്ന് പറയുന്ന വ്യക്തി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ 50 കോടി എനിക്ക് തരാം എന്ന് തോമസ് പറഞ്ഞിട്ട്? അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാധു, എന്തായാലും തോമസ് ഇപ്പോൾ വളരെ സങ്കടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ശശീന്ദ്രനുള്ള മറുപടിയാണ് അദ്ദേഹം നൽകി. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ തോമസ് ചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഷൈൻ ചെയ്യുന്ന ആരെയാണ് ഉദ്ദേശിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണോ അതോ ശശീന്ദ്രനെയാണോ എന്നുള്ള കാര്യം ശശീന്ദ്രനാണെങ്കിൽ രാവിലെ കർശനമായ ഭാഷയിലാണ് പറഞ്ഞത്. തോമസിനെ ഏറെക്കുറെ ഇരയാക്കുകയായിരുന്നു എന്നുള്ളതാണ് പി സി ചാക്കോയാണ് മുന്നോടി അദ്ദേഹം പറയുകയും ചെയ്യുന്നത്.